എൻ്റെ കല്യാണത്തെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കിപ്പം എന്താ നിനക്കൊരു ദാമ്പത്യം എനിക്ക് നീ ഇടയ്ക്കൊരു മെസ്സേജ് വന്നതാണ്, നീ അവിടെ പട്ടിയെ നോക്കി ജീവിച്ചോടി, നിനക്ക് കുറ്റങ്ങളൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇൻബോക്സിൽ ഒരു മെസ്സേജ് വന്നതാണ്. പിന്നെ എൻ്റെ ടൈപ്പ് ഓഫ് ചെക്കാൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് അങ്ങനെ ഒരു ടൈപ്പും ഇല്ല, എനിക്ക് നല്ലൊരു മനുഷ്യനായാൽ മതി. എനിക്ക് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കി ബിഗ് ബോസ് താരമടക്കമായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജാസ്മിൻ ജാഫർ, അതേ ബിഗ് ബോസിന് ശേഷം നിരവധി ആളുകൾ നെഞ്ചിലേറ്റിയ ഒരു കോംബോയായിരുന്നു. സീസൺ 6 ആണെന്ന് തോന്നുന്നു. ഒരു കോംബോയായിരുന്നു ജാസ്മിൻ ഗബ്രി ജാബ്രി കോംബോ. നിരവധി ആളുകൾ അവർ ഒന്നിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം ഒരു ഉത്തരമായി, ഒരു കൺക്ലൂഷനുമായി ജാസ്മിൻ വന്നിരിക്കുന്നു. ജാസ്മിനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇനി ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചാണ്. ജാസ്മിനും ഗബ്രിയായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു കാരണോടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ ചില സത്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ പറയാൻ വേണ്ടി ഒരിക്കൽ കൂടി ഈ ഒരു വിഷയം സംസാരിക്കേണ്ടതായി വന്നു. എന്താണ് സംഭവിച്ചത്? ഏറെ ദുഃഖകരമായ അവസ്ഥ. വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യ വീഡിയോ ആണെന്ന് വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോയുടെ ഇടയിൽ ചില കള്ള ഹിമാറുകൾ എന്ന് കമന്റ് ഇടുന്നുണ്ട്. എന്തായി കേസ് എന്നൊക്കെ ചോദിച്ചിട്ട് ചില കള്ള ഹിമാറുകൾ കമന്റ് ഇടുന്നുണ്ട്. അവർക്കുള്ള ഉത്തരം, കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും വളരെ സൂണായിട്ട് തന്നെ ഞാൻ തരുന്നതായിരിക്കും. എനിക്കെതിരെ വന്ന കേസ് ഈ പറഞ്ഞ കണക്ക് പൈസ തട്ടിപ്പ്, ഫ്രോഡ് കളി കളിക്കുക, കാമക്കടുവയായി മാറുക, പെൺവാണിഫം, അത്തരത്തിലുള്ള കലാപരിപാടികളല്ല. അങ്ങനെയൊക്കെ വരുമായിരുന്നെങ്കിൽ ഇച്ചിരി ഇമ്മണി ഒന്ന് സന്തോഷിക്കായിരുന്നു. ഹേറ്റേഴ്സ് ആയിട്ടുള്ള കള്ളമാറുകൾക്ക് അത്ര രണ്ട് ഹേറ്റേഴ്സ് ഇല്ല, വിരലെണ്ണാവുന്ന പഹയന്മാർ മാത്രമേ ഉള്ളൂ. അതിൻ്റെയൊക്കെ കമന്റുകളായിട്ട് നമുക്ക് സപ്പോർട്ടായിട്ടാണ് പലരും വന്നേക്കുന്നത്. പിന്നെ ആ ഒരു വിഷയത്തെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. എനിവേ, അതെങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അത് നമ്മൾ ക്ലിയർ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് ഞാൻ തരുന്നതായിരിക്കും. എനിവേ, ഇവിടെ അതല്ല വിഷയം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഉണ്ടായത്? ജാസ്മിൻ എന്ത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയത്? എൻ്റെ കല്യാണത്തെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കിപ്പം എന്താ നിനക്കൊരു ദാമ്പത്യം എനിക്ക് നീ ഇടയ്ക്കൊരു മെസ്സേജ് വന്നതാണ്, നീ അവിടെ പട്ടിയെ നോക്കി ജീവിച്ചോടി, നിനക്ക് കുറ്റങ്ങളൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇൻബോക്സിൽ ഒരു മെസ്സേജ് വന്നതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു 10 കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കാൻ നേരത്തെ എൻ്റെ മാമയും മാമി ഇങ്ങനെ ഭയങ്കര സീരിയസ് കോൺവെർസേഷനിൽ നിൽക്കുവാണ്. ചിന്നു, നീ സയൻസ് എടുക്കുന്നോ അതോ നീ കൊമേഴ്സ് എടുക്കുന്നോ, നിനക്ക് എന്താണ് എടുക്കാൻ താല്പര്യം? അങ്ങനെ മാമി ഇരുന്നൊരു അഭിപ്രായം പറയുന്നു, മാമ വേറെ അഭിപ്രായം പറയുന്നു. അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പം ഞാൻ പോട്ടെ, മാമി പറയാം പോട്ടെ, ചിന്നുനോട് ചോദിക്കാം, ചിന്നു മോളെ നിനക്ക് എന്തുവാ പഠിക്കണ്ടേ, നിനക്ക് എന്തോ ചെയ്യണ്ടേ? മാമി എനിക്ക് കല്യാണം കഴിച്ചാൽ മതി മാമി എന്ന് പറഞ്ഞ ടീമാണ് ഞാൻ. ആക്ച്വലി ഈ ജാസ്മിനോട് എനിക്കൊരു നീരസം ഉണ്ടായിരുന്നത്, നമ്മുടെ നാട്ടുകാരി കുട്ടിയാണ്. ഈ ഒരു കുട്ടി വളരെ കഴിവുള്ള, പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, വിന്നറാവാനുള്ള ശേഷി ഏറ്റവും അധികമുള്ള, ഒരു 99% വിന്നറാവുമെന്നാണ് ഞാൻ വിശ്വസിച്ചത്. കാരണം ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ജാസ്മിന് ഉണ്ടായിരുന്നു. അപ്പം ജാസ്മിൻ പോകുന്നു. അതിനുശേഷം എനിക്ക് ജാസ്മിനോട് തോന്നിയ ഒരു ദേഷ്യം എന്ന് പറയുന്നത്, ഇത്രയും അധികം പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും, വിന്നറാവാനുള്ള ശേഷി ഉണ്ടായിട്ടും ജാസ്മിന് ഉഴപ്പി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗെയിമിനേക്കാൾ ഉപരി ഈ പറഞ്ഞ പ്രണയത്തിന്, ആ പ്രണയമല്ല, ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് കോംബോയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അത്തരത്തിൽ കളിച്ചു. അവസാനം പൊട്ടി പരാജയപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥ, നാണം കണ്ടേണ്ട അവസ്ഥ. അത് തന്നെയാണ് മെയിൻ റീസൺ. അതുകൊണ്ട് അത്തരത്തിലൊരു ദേഷ്യം ഉണ്ടായിരുന്നു. അതായത് ഉള്ളത് കൂടെ ഇല്ലാതാക്കിയെന്ന് വേണം പറയാൻ. അപ്പം ജാസ്മിൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് തൻ്റെ കല്യാണത്തെക്കുറിച്ചാണ്. ജാസ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരുപാട് 2, 3, 4 അഫെയർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ജാസ്മിന് എനിക്ക് തോന്നുന്നത് ഈ ബ്ലോഗർമാരായിട്ടുള്ളവർ പോലും ഒരു 5-6 പേരെങ്കിലും, ഞാൻ അറിഞ്ഞത് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരു പഹയനായ ഒരു വ്ളോഗർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് ജാസ്മിനോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ഓളെ കണ്ടു കഴിഞ്ഞാൽ, ഓളെ മഞ്ച് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഫെയറുകൾ ഉണ്ടായതിനെ ഓളെ മാത്രം കുറ്റം പറയാൻ സാധിക്കത്തില്ല. എനിവേ, ഏറ്റവും ഒടുവിൽ ഓളുടെ കല്യാണത്തെക്കുറിച്ച്, അതായത് എല്ലാത്തിനും ഓളൊരു ഫുഡ് സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു. ഇനിയൊരു പുതുജീവിതം, ഓൾ ആഗ്രഹിക്കുന്ന ഭർത്താവ് എന്താണ്, ഏത് തരത്തിലുള്ള ഭർത്താവിനെയാണ് ഓള് ജീവിതത്തിലേക്ക് താല്പര്യപ്പെടുന്നത്, അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ ഓള് നടത്തിയിരിക്കുകയാണ്. ടൈപ്പ് ഓഫ് ചെക്കനെ പറ്റിയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റൻ അല്ല എൻ്റെ ഇതിനകത്ത്. പിന്നെ ഞാൻ സിംഗിൾ ആണെന്ന് ചോദിക്കുന്നുണ്ട്. സിംഗിൾ നല്ലതാണെങ്കിൽ ഐ എം റെഡി ടു മിങ്കിൾ, നല്ലതല്ലെങ്കിൽ ഐ എം നോട്ട് റെഡി ടു മിങ്കിൾ. പിന്നെ എനിക്ക് കുറേ കുഴപ്പങ്ങളുണ്ട്. ഞാനിങ്ങനെ റെഡി ടു മിങ്കിൾ എന്നൊക്കെ പറഞ്ഞാലും, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് നല്ല സമയമെടുക്കും ഇനി ഒരു റിലേഷൻഷിപ്പ് ആവാനും. എനിക്കൊരു ആ ഒരു പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റ് എനിക്ക് കൊടുക്കാനൊക്കെ എനിക്ക് നല്ല ടൈം എടുക്കും. ഞാൻ
എനിക്കത് സമയമെടുത്ത് മാത്രമേ എൻ്റെ അത് ശരിയാവുള്ളൂ. കുറച്ചാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടതുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ എന്നെ വിളിച്ചായിരുന്നു. ഞാനത് പുറത്ത് പറഞ്ഞില്ല. ജാസ്മിനോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആ വിഷയം പുറത്ത് പറയില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജാസ്മിൻ വിളിച്ചിട്ട് ഒരു വിഷയം എന്താണ് ആ ഒരു വിഷയമെന്ന് എന്നോട് പറഞ്ഞു. ജിനു ചേട്ടാന്നാണ് വിളിച്ചത്. നമ്മൾ ഇത്രയും ജാസ്മിനെ ട്രോളിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ നന്നായിട്ടാണ് പെരുമാറിയത്. ആ ഒരു വിഷയം എന്താണെന്നുള്ള കാര്യം ജാസ്മിൻ പറയുകയും ജാസ്മിൻ അതിനുള്ള മറുപടി ഞാൻ കൊടുക്കുകയും ആ ഒരു വീഡിയോ ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്തായിരുന്നു അന്ന്. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ ഗബ്രിയുടെ ഒരു വിഷയം വന്നപ്പോഴത്തേന്, അതായത് ഗബ്രിയും ജാസ്മിനായിട്ട് വേർപിരിഞ്ഞ സമയത്ത് ആ ഒരു കാലയളവിൽ ഗബ്രി എന്നെ വിളിച്ചായിരുന്നു. ഗബ്രി ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം എന്നോട് സംസാരിച്ചു. ആ ഒരു സംഭവം ഞാൻ ഒരു കണ്ടന്റാക്കി പുറത്ത് വിട്ടില്ല, അതീവ രഹസ്യമായി വെച്ചു. ഗബ്രി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് എനിക്ക് തോന്നുന്നു ഇവർ ഞങ്ങൾ ഈ പിണക്കത്തിലാണ്, പക്ഷേ ജാസ്മിനെ കുറിച്ച് കുറ്റമൊന്നും പറഞ്ഞില്ല. അപ്പം നമ്മൾ ചിന്തിച്ചതുപോലെ അല്ലായിരുന്നു ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഗബ്രി പറയുന്നത്. ഗബ്രിക്ക് ഇതുപോലുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ മാത്രമാണ് ജാസ്മിനെ കണ്ടതെന്നാണ് ഗബ്രി 100% ഗബ്രി അത് ഉറപ്പിച്ച് പറയുകയാണ്. ഗബ്രിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് എനിക്ക് തോന്നുന്നു ഇത് പുതിയ തലമുറയിൽപ്പെട്ട ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രിയിലൊക്കെ കണ്ടുവരുന്ന അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു പഹയനാണ് ഗബ്രി എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഗബ്രി ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. മറ്റുള്ളവരെല്ലാം തെറ്റിദ്ധരിച്ചെന്നാണ് ഓൻ പറയുന്നത്. 2 മണിക്കൂറോളം ഈ ഗബ്രി സംസാരിച്ച് എനിക്ക് ഗബ്രിയോടൊരു സഹതാപം തോന്നി. ഓൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അതായിരിക്കും ഒരു പക്ഷേ ഓനോടൊരു നീരസം തോന്നത്തില്ല നേരിട്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേന്. ഈ ഒരു വിഷയത്തിൽ ഇനി കമൻറ്റ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ ഗബ്രിയോ അല്ലെങ്കിൽ ജാസ്മിനെയോ കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല. ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആയി കഴിഞ്ഞു. അവർ തമ്മിലൊരു ട്രൂ ഫ്രണ്ട്ഷിപ്പാണ് ഉണ്ടായിരുന്നതെന്ന് രണ്ടുപേരും അത്തരത്തിലൊരു ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് ഇവർ ഫ്രണ്ട്സ് ആയെന്നാണ് പറയുന്നത്. പരസ്പരം കുറ്റം പറയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് ഒരു സമയത്ത് എനിക്ക് തോന്നിയിരുന്നു ഈ ഒരു പ്രായത്തിൽ കല്യാണം കഴിച്ച് കുടുംബമൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടോയെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. എനിക്ക് കല്യാണം കഴിച്ച് എനിക്ക് മക്കളും കുടുംബമായിട്ടൊക്കെ ജീവിക്കണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ എനിക്ക് ചേർന്ന ഒരാളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ, എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുന്നത് വരെ ഞാൻ എന്തായാലും ഇനി കല്യാണം കഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനിയൊരു തീരുമാനം ജാസ്മിൻ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഏറെ ശ്രദ്ധിച്ച് തന്നെ ആയിരിക്കും എടുക്കുക. പ്രത്യേകിച്ചും അത് നമ്മുടെ ജാസ്മിൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന ഒരുപക്ഷെ അള്ളാഹ് കേട്ടതായിരിക്കാം. ജാഫർക്കയുടെ പ്രാർത്ഥന, അവർ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതത്തിലേക്ക് ജാസ്മിൻ വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. അവർ അതാണ് ആഗ്രഹിച്ചത്. ബിഗ് ബോസിലും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവരുടെ ആഗ്രഹത്തിലല്ലാത്ത രീതിയിൽ പോയപ്പോഴത്തേന് ബാപ്പയുടെ ഉമ്മയുടെ അവസ്ഥ കണ്ടിട്ട് പലർക്കും സങ്കടം തോന്നിയിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ദൈവം അവരുടെ കൂടെ ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിവേ, ആരാധകരുടെയൊക്കെ ആ ഒരു ആശങ്കകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ജാസ്മിൻ ആ ഒരു സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. വെരി സൂണായിട്ട് തന്നെ ജാസ്മിൻ ജാഫറുടെ കല്യാണം ഉണ്ടാവും. ഞാൻ ഈ ബിഗ് ബോസിന് ശേഷം പ്രതീക്ഷിച്ചിരുന്ന ജാസ്മിൻ ഒരുപക്ഷെ സിനിമയിലേക്കൊക്കെ ഓഫർ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അത് കണക്കൊന്നും നടന്നില്ല. പൊതുവെ അങ്ങനെയാണ്, ഈ ബിഗ് ബോസ് താരങ്ങൾ സിനിമയിലൊക്കെ കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ. റോബിനൊക്കെ ഒരുപാട് പ്രതീക്ഷയിൽ എഴുതുന്ന സിനിമയൊക്കെ പ്രഖ്യാപിച്ച് നടന്നതാണ്. റോബിനൊക്കെ സത്യം പറഞ്ഞാൽ ആൾക്കാർ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തപ്പോൾ അത് വിശ്വസിച്ചാണ്. ആൾ പാവമായിരിക്കാം, പക്ഷെ അത് വിശ്വസിച്ചു പോയി എന്നുള്ളതാണ്. പിന്നെ ഇപ്പം പുള്ളി രാഷ്ട്രീയത്തിൽ ഇറങ്ങി. റോബിൻ മാത്രമല്ല, അഖിൽമാരാറിൻ്റെ പേരിൽ ഷാജി കൈലാസ് സിനിമ എടുക്കുന്നു, ഡയറക്ടറാക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതങ്ങനെയാണ്. ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ അതും ഇതൊക്കെ പറയും, പക്ഷെ പിന്നീട് അതൊന്നും പ്രാവർത്തികമാകത്തില്ല. ജാസ്മിന് ഒത്തിരി പേര് ഓഫറൊക്കെ കൊടുത്തിരുന്നു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. എനിവേ, ജാസ്മിനെ സംബന്ധിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ വ്ളോഗിൽ നിന്നും ഈ പറഞ്ഞ പരസ്യ വരുമാനങ്ങൾ ബിഗ് ബോസിൽ നിന്നൊക്കെ ഉണ്ടാക്കി. പക്ഷെ വിജയിക്കാമായിരുന്ന ഒരു ഷോയിൽ പോയിട്ട് വിജയിക്കാൻ വേണ്ടി ശ്രമിക്കാതിരുന്നത് വലിയൊരു അബദ്ധം തന്നെയാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എനിവേ, ജാസ്മിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഞെട്ടിക്കുന്ന ഒരുപാട് പേരുടെ ചോദ്യത്തിന് ഉത്തരം നമ്മൾ നെഞ്ചിലേറ്റിയ ജാസ്മിൻ നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളിതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം. അതുമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.